കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഇങ്ങനെ രഞ്ജുവിനെക്കുള്ള സത്യങ്ങളൊക്കെ അറിയാനായിട്ട് ഗീതു ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങൾ പിന്നെ വിജയലക്ഷ്മിനെ പൊളിച്ചെടുക്കുവാണ് ഗീതു. കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു ഒരു പരുവാക്കി വെച്ചെടുക്കുവായിരുന്നു വിജയലക്ഷ്മി ഗീതുവിനോട്. അപ്പൊ കുറച്ചൊക്കെ എങ്കിലും ഗീതു പൊളിച്ചെടുക്കണ്ടേ. അതിന്റെ വിശേഷം കൂടിയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ അവസാനം കണ്ടു ഗോവിന്ദനോട് കാര്യങ്ങളൊക്കെ പറയണം. അജാസ് രഞ്ജുവിനെ തന്നോടൊപ്പം വീട്ടിൽ വെച്ച് കണ്ടെന്നുള്ളത്. അപ്പൊ അതെങ്ങനെ പറയും? അതിന് വേണ്ടിയിട്ട് ഗോവിന്ദനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അവസാനം ഗോവിന്ദ വരുന്ന വഴി കാത്തി നിൽക്കുകയാണ്. അങ്ങനെ ഗോവിന്ദന്റെ കാറ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ നടുക്കിലേക്ക് അങ്ങ് കയറി നിൽക്കുകയാണ് വിജയലക്ഷ്മി. ഈ സമയത്ത് ഗോവിന്ദൻ ഡോർ ഓടന്ന് ഇറങ്ങുവാണ്. ഇപ്പോഴേ ഡോർ തുടങ്ങി ഗീതു ഒരിക്കലും ആ കാറിനുള്ളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഗീതു അജാസിന്റെ കൂടെ വേറെ കാറിന് പോകുന്നോർത്തോണ്ട് അവിടെ നിന്നത്. പക്ഷെ ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി എന്ത് പറയാം, അതെന്റെ കാർ കേടായിപ്പോയി, അതുകൊണ്ടാ ഞാൻ വിളിച്ചത് നിന്നേന്നൊക്കെ പറയുവാണ്. അങ്ങനെ തടി തപ്പാൻ നോക്കി. ഗീതുവിന് മനസ്സിലായി ശരിക്കും പറഞ്ഞാല് കണ്ണേട്ടനെ കാണാൻ തന്നെയാണ് നിന്നത്. അപ്പൊ ഇവര് തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ ഉണ്ട്. തനിക്കാണിപ്പോ ആ രഹസ്യങ്ങളൊന്നും അറിയത്തില്ലാത്ത ഒരേ ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റിയമ്മേ, എന്താന്ന് ചോദിക്കണേ. ഒന്നുമില്ല, എന്റെ കാർ കേടായതുകൊണ്ട് ഞാനിവിടെ നിന്നാന്ന് പറയാണ്. അല്ല നീ എന്താന്നാ ഈ വണ്ടിക്ക് വന്നേ? അല്ല സാധാരണഗതിയിൽ അജാസിന്റെ കൂടെ അല്ലേ പോയിക്കൊണ്ടിരുന്നേക്കണം. ഓ അതോ, ഇന്ന് അജാസിക്കായ്ക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കണ്ണേന്റെ കൂടെ പോരണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നേന്ന് പറയണേ. അജാസ് ഇക്കയോ? അതിന്ന് മുതൽ ഇക്കയായത്? അതിനിപ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലമ്മേ. ഇപ്പൊ അമ്മേനെ ഞാൻ ഇന്നു മുതൽ അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങിയത് അമ്മയും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടാണോ? അല്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ അജാസിക്കാനെ ഒരു സഹോദരനാവണമെന്നില്ല. നമുക്ക് അതിലപ്പുറം ചിലരോട് ചില ബന്ധങ്ങളൊക്കെ കാണില്ലേ, ഒരു മാനസികമായിട്ട് അടുപ്പം കാണില്ലേ. അങ്ങനെയുള്ളവരും നമ്മൾ സഹോദരൻ എന്ന് കരുതി ഇക്കാന്ന് വിളിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് അമ്മേനെ ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത്. പക്ഷെ ആ ബന്ധത്തിന് എന്തെങ്കിലും ഒരു ഒലച്ചിലുണ്ടായാലെങ്കിൽ നമ്മൾ അവര് ചതിക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റുമെന്ന് പറയണം. വിജയലക്ഷ്മിക്ക് കൊണ്ടു ഇവൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ തന്നോട് പറയുന്നേ? ഇനിയിപ്പോ അജാസെങ്ങാനും പറഞ്ഞു കാണുക. അതെന്താ ഗിദ്യോ അങ്ങനെ പറഞ്ഞു നിൽക്കണം? ഇല്ലമ്മേ, ഞാനൊരു സത്യം അങ്ങോട്ട് പറഞ്ഞോളെന്ന് പറയാ. ശരി. അല്ല അമ്മ എന്തിനാ ഇവിടെ നിന്നേ? അല്ല ഞാൻ പറഞ്ഞല്ലോ, എനിക്കറിയാം അമ്മ എന്തിന് എന്തൊക്കെയോ മറച്ചു വെക്കുക. ശരിക്കും വണ്ടി കേടായിട്ടൊന്നും അല്ല, അമ്മ ഞങ്ങളെ കാണാൻ നിന്നല്ലേന്ന് ചോദിക്കും. പിന്നെ നിങ്ങളെ കണ്ട് എനിക്ക് എന്താന്ന് ചോദിക്കണം. ഗോവിന്ദ പെട്ടെന്ന് പറഞ്ഞു, വന്ന് കേറുന്നുണ്ടോ ഗീതു കാറിലെന്ന് ചോദിക്കണം. ഗീതു അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്താണ് വിജയലക്ഷ്മി ശ്വാസം നേരെ വീണ്. ഗീതു ഇനി എന്തെങ്കിലും ചോദിക്കുമോ എന്നൊരു സംശയം കൂടെ വിജയലക്ഷ്മിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷെ സത്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? വിളിച്ചാട്ടെ ഗോവിന്ദനെ ഫോണും എടുക്കത്തില്ല. പിന്നീട് ഗോവിന്ദ് വീട്ടിലേക്ക് കയറി ചെല്ലുവാണ്. വീട്ടിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും രഞ്ജു അവിടെ ഉണ്ടായിരുന്നു. ഗോവിന്ദനെ കണ്ട ഉടനെ പാഞ്ഞിങ്ങോട് വരുവാണ്. വന്നിട്ട് ചോദിച്ചു, അല്ല ഗോവിന്ദേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ ബയോഡാറ്റ ഒക്കെ അവളുടെ എന്തിനാ ഞാൻ കൊടുക്കുന്നത്? അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അങ്ങനെയല്ലേ കമ്പനിയുടെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ത് റൂള്? ഒരു റൂളും എനിക്ക് ബാധകമല്ല. ഞാനേ ഗോവിന്ദന്റെ പെങ്ങളാ. എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് ഒരു റൂളിന്റെ ആവശ്യമില്ലെന്ന് പറയണം. അത് നമ്മൾക്കല്ലേ അറിയത്തുള്ളൂ രഞ്ജു, ബാക്കി ആർക്കും അറിയത്തില്ലെന്ന് വെക്കുകയാണ്. അത് ഗീതുവിനോട് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതെനിക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ഈ സമയത്ത് ഗീതു താഴെ അങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. പറഞ്ഞു, പിന്നെ ഗോവിന്ദൻ ഇങ്ങനെ ഒരു പെൺകോന്തനായി പോകരുത് കേട്ടോ എന്ന് പറയണം. ഒന്നുമല്ലെങ്കിലും എപ്പോ നോക്കിയാലും ഗീതുവിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ഗോവിന്ദൻ ഇങ്ങനെയാണല്ലോ, ഇതൊരിക്കലും ശരിയായ നടപടിയല്ലെന്ന് പറയണം. ഗീതുവിനെ അങ്ങോട്ട് സഹിച്ചില്ല. ഗീതു വന്നിട്ട് പെട്ടെന്ന് ചോദിച്ചു, അതെന്താ എന്നോട് ആലോചിക്കാതെയാണോ? ഏജിയൻ ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനാ ഞാന്. അപ്പൊ എന്നോട് ആലോചിക്കണ്ടേ നിന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു ചോദിക്കണം. പെട്ടെന്ന് രഞ്ജുവിന് ഉത്തരം വിട്ടി. എന്ത് മറുപടി പറയാനത്തില്ല. ഒരു കാരണവശാലും ഗീതു അത് കേട്ടോണ്ട് വരുമെന്ന് രഞ്ജു പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഗോവിന്ദ് പറഞ്ഞു, നീ ഇപ്പോ ഗീതു, ഞാൻ ഇവളോട് സംസാരിക്കട്ടെ എന്ന് പറയണം. അതെന്താ ഗോവിന്ദേട്ട അങ്ങനെ? നിങ്ങൾ സംസാരിക്കാൻ ഞാൻ കേട്ട എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല ഇവളെ കുറിച്ച് ഇത്ര മാത്രം ഗോവിന്ദേട്ടൻ ഉത്കണ്ഠപ്പെടുന്ന എന്തിനാ? ഇവള് ഗോവിന്ദേട്ടന്റെ പെങ്ങളാണോ? അതോ ഇനിയിപ്പൊ മുൻ ഭാര്യ എങ്ങാനും വേണോ? അങ്ങനെയൊന്നും അല്ല. പിന്നെ എന്താ കുഴപ്പം? എനിക്ക് ഇവളോടൊക്കെ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിക്കും. ഞാനേ ഗോവിന്ദേട്ടന്റെ ഭാര്യ, അതറിയാവുന്ന ചോദിക്കണം. പിന്നെ ഒരു ഭാര്യ, നിങ്ങൾ തമ്മിലൊരു എഗ്രിമെന്റ് വിവാഹം മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ നിങ്ങൾ ഇനി എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കണം. യുദ്ധൻ അതുകൊണ്ട് പെരുത്ത് കയറി. എഗ്രിമെന്റ് വിവാഹം മാത്രം, അത് നിന്റെ വെറും തോന്നലല്ലേ രഞ്ജു? ഞങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് വിവാഹം ഒന്നും അല്ലാന്ന് പറയണം. അതെ ഇനിയിപ്പൊ അത് പറഞ്ഞങ്ങ് സമർത്ഥിക്കാനങ്ങ് നോക്കിയോ? നീ എത്ര പറഞ്ഞാലും അതാ സത്യം എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നീ ശ്രമിക്കണ്ടെന്ന് പറഞ്ഞിട്ട് രഞ്ജു അങ്ങോട്ട് കയറി പോവാണ്. ഗോവിന്ദനടുത്തേക്ക് ഗീതുമില്ല. ചോദിച്ചു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? എവിടെയോ കിടന്നൊരുത്തി ഫ്രണ്ടാന്ന് പറയുന്നു. ദൈവത്തിന് മാത്രം അറിയാം ഫ്രണ്ടാണോ എന്താന്നൊക്കെ. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഫ്രണ്ട് ഒന്നും അല്ലെന്നുള്ള കാര്യം. അവളെ എന്തിനു വേണ്ടി ഇത്ര സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുന്നേ? അവൾ ഫ്രണ്ട് അല്ലാന്ന് എനിക്കറിയാം.
അവൾ നിങ്ങളുടെ ആരാ? നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അവൾക്ക് ഇത്ര സപ്പോർട്ട് കൊടുത്ത് കണ്ണേട്ടൻ അവളെ കൂടെ നിർത്തേണ്ട ആവശ്യമില്ലെന്ന് പറയാണ്. എന്നെക്കാളും പ്രിയം അവളാണല്ലേ എന്ന് ചോദിക്കണം. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, നീ എന്താ ഗീതു ഇങ്ങനെയൊക്കെ പറഞ്ഞേ? എനിക്കിപ്പം അങ്ങനെയൊന്നും ഇല്ല, എല്ലാരും എനിക്ക് ഒരേപോലെ എന്ന് പറയണം. അതെന്താ അങ്ങനെ? ഓ, ഫ്രണ്ട്സിനെ ഇപ്പൊ വീട്ടുകാരെ അച്ഛനും അമ്മേനെ ഒരേപോലെ ആയിരിക്കും കാണുന്നില്ലെന്ന് ചോദിക്കുവാണ്. നീ എന്തൊക്കെ ഗീതു പറയണെന്ന് ചോദിക്കുകയാണ്. ഗീതുവിനൊക്കെ ദേഷ്യം വന്നു. ഗീതു പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരാണെങ്കിലും കുഴപ്പമില്ല, ബയോഡേറ്റ തന്നിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ ബയോഡേറ്റ തന്നിട്ട് കയറിയാൽ മതി. അവിടെ ആ കമ്പനിക്ക് അതിന്റെ റൂൾസ് ഉണ്ട്. ഇനിയിപ്പം ഫ്രണ്ടാണ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ബയോഡേറ്റയും തരാതെ അങ്ങോട്ട് കയറ്റി വിടാൻ നോക്കിയിട്ടുണ്ട്. അതൊന്നും നടക്കില്ല. ഈ ഗീതു അംഗീകരിച്ചു തരില്ലെന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് പോവാണ്. ഗീതുവിന് മുറിയിലേക്ക് എന്നിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. ഒരു വശത്ത് വിജയലക്ഷ്മി മാഡം, ഒരു വശത്ത് രഞ്ജു, ഒരു വശത്ത് കണ്ണേട്ടന്. ഇവരാര് പറയുന്നത് വിശ്വസിക്കണം? എല്ലാരും പറയുന്ന ഓരോ രീതിയിലാണ്. ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ മാത്രമേ തനിക്ക് പിടിച്ചിരിപ്പുണ്ടാവുള്ളൂ. എങ്കിൽ മാത്രമേ രാധികാമ്മയുടെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഗീതു പോയി വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് വരുവാണ്. ആ സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് കടന്നു വരുന്നത്. ഗോവിന്ദനെ കണ്ടു ഗീതുവിനെ അങ്ങോട്ട് ദേഷ്യം വന്നു. അല്ല കണ്ണാട, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ അവളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് എപ്പോഴും നിർത്തുന്നേ? ഗോനാടെന്ന് പറഞ്ഞല്ലോ, അവള് കമ്പനിയിലെ ഒരു സ്റ്റാഫ് മാത്രമാണ്. പക്ഷെ ആ സ്റ്റാഫിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഞാന് ഈ ഏജ് ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ അല്ലേ? ഞാൻ അറിയാത്ത എന്ത് ബന്ധമാണ് നിങ്ങളുടെ ആ കമ്പനിയെ നടത്തുന്നേ? അവളെ കൊണ്ട് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു വെക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഗോവിന്ദ് പറഞ്ഞു, നീ കൂടുതൽ രഹസ്യങ്ങളൊന്നും അന്വേഷിച്ച് തപ്പി കണ്ടുപിടിക്കണ്ട. ഞാൻ അവളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. ഗീത് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ലേ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ എന്ന് ചോദിക്കണം. ഭാര്യ? അത് എഗ്രിമെന്റ് പ്രകാരം, അതുപോലെ ഒരു ഭാര്യ ഭർത്ത ബന്ധമല്ലേ നമ്മൾ തമ്മിലുള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ലോ എന്ന് പറയാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പൊ എന്നെക്കാളും മുഖ്യം നിങ്ങൾക്ക് അവളല്ലേ? ഒരു കാര്യം ഉറപ്പിച്ചോ, അവളെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഈ ഗീതുവാ പറയണേ. അത് കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരു വരവുണ്ട്. അന്ന് നിങ്ങൾക്ക് എന്നെ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല കണ്ണേട്ടാ. നിങ്ങൾ ചെവിയെന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ഗീതു അങ്ങ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ കോവിന്ദിന് എന്ത് മറുപടി പറയുന്നത് നടത്തില്ലാതെ കോവിന്ദ് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.